മാട്ടുപ്പെട്ടി കോയിലിലെ മാമ മച്ചാ മനസ്സ് വച്ചാ ജല്ലിക്കെട്ടി ജയ് വിളിക്കൂലേ. പൊന്നപ്പമ്പളയെ ഓടി മമയിലെ കുറ്റാല കുയിക്കുവാ നിക്കൂല. മാട്ടുപ്പെട്ടി കോയിലിലെ മാമ മച്ചാ മനസ്സ് വച്ചാ ജല്ലിക്കെട്ടി ജയ് വിളിക്കൂലേ. മയിലേ കുരിവാ കുരങ്ങേ പടകിൽ പാണ്ടിയനെ പൊക്കാനൊക്കുല. പറക്ക പാത്തു പെണ്ണേ പറക്ക കോഴിക്കുഞ്ഞേ മരടി 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 മച്ചി പയ്യേ. മാട്ടുപ്പെട്ടി കോയിലിലെ മാമ മച്ചാ മനസ്സ് വച്ചാ ജല്ലിക്കെട്ടി ജയ് വിളിക്കൂലേ. മാട്ടുപ്പെട്ടി കോയിലിലെ മാമ മച്ചാ മനസ്സ് വച്ചാ ജല്ലിക്കെട്ടി ജയ് വിളിക്കൂലേ. കൊച്ചു കള്ളി പൊന്നപ്പമ്പളയെ ഓടി മമയിലെ കുറ്റാല കുയിക്കുവാ നിക്കൂല. വെരി ഗുഡ് വെരി ഗുഡ് വണ്ടർഫുൾ ക്ലൈമാക്സ്. സൂപ്പർ. അത് മനഃപൂർവ്വമായിരുന്നോ എന്ന് ആംബുലൻസിന് പറയൂ. സൂപ്പർ. ആ ഓളം ക്രിയേറ്റ് ചെയ്ത ആ ഒരു പാട്ടിന്റെ സൂപ്പർ. എന്താ വയ്യ നിനക്ക്? ഡാൻസ് കളിച്ചിട്ട് കത്തിച്ചു. വൺ ഡാൻസ്. നീ എന്തിനാ ചക്കനെ തള്ളിയിട്ടെ? പോസായിരുന്നു. പക്ഷെ അവളത് കൊളാക്കി. ശരിക്കും പോസ് എന്തായിരുന്നു അപ്പൊ ലാസ്റ്റത്തെ? ഇങ്ങനെ വരും, ഇങ്ങനെയാ വന്നിട്ട് നീ തെറിച്ചു പോവായിരുന്നു. അടിക്കും. പക്ഷെ അതിന് മുന്നേ അവൾ ഉന്തിട്ടു. പക്ഷെ അവളൊരു തൊഴിൽ ഒഴിച്ചു മാറി നിക്കടാ. ഓക്കെ, ചോദിക്കാം നമുക്ക്. എം ജി സാർ. സൂപ്പർ. സൂപ്പർ. വളരെ ഇഷ്ടപ്പെട്ടു. കാരണം രണ്ടുപേരും തോപ്പം തെറ്റിക്കുന്നതും തോപ്പം തെറ്റിച്ചു. ആ അനുപലയിലുള്ള ഹൈ പോർഷൻസ് ഉണ്ടല്ലോ, രണ്ടുപേർക്കും പ്രശ്നമായിരുന്നു.
ചരണത്തിൽ വന്നപ്പോൾ വീണ്ടും ഒരുവിധം ശരിയായി. പിന്നെ കുറച്ച് ശ്രുതി ശ്രുതി ശക്കലം അവിടെ ഇവിടെയൊക്കെ ഒന്ന് പോകുന്നു. ഇതൊരു അടിപൊളി പാട്ടാണ്. ഇതിനകത്ത് ഇതിന്റെ സ്വരസ്ഥാനങ്ങളൊന്നും നോക്കേണ്ട കാര്യം. മാട്ടുപ്പെട്ടി സരി എന്നൊന്നും ഞാൻ നോക്കുന്നില്ല. മക്കള് നിങ്ങൾ രണ്ടുപേരും നല്ല അടിച്ച് പൊളിച്ച് പാടി. ഇറ്റ് വാസ് എ ടോട്ടൽ എന്റർടൈൻമെന്റ്. ബ്യൂട്ടിഫുൾ ആയിരുന്നു. തെറ്റുകുറ്റങ്ങളുണ്ട്, ഇല്ലാതില്ല, പക്ഷെ അതൊന്നും ഞാൻ പറയുന്നില്ല. കോറസ് അടിപൊളിയായിട്ട് പാടി. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അണ്ടർലൈൻഡ് ആയിട്ടുള്ള സംഭവം. അസലൊരു പാട്ട്, സെലക്ഷൻ നല്ലത്, നിങ്ങൾ പെർഫോമൻസ് നല്ല, എല്ലാം നന്നായിരുന്നു. കാരണം ടോട്ടലി എന്റർടൈൻമെന്റ് ആയിരുന്നു. 8 മണിക്ക് തുറന്നു വെച്ച് കാണുന്നവർക്ക് ആഹാ എന്ന് പറഞ്ഞ് ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ വിശ്രമിക്കാം. ഗുഡ് ലക്ക്. ഒരു വൈബേഷ് പെർഫോമൻസ് ആയിരുന്നു. അല്ലറ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ. പക്ഷെ ടോട്ടാലിറ്റിയിൽ ഈ ഒരു റൗണ്ട് അല്ലെങ്കിൽ ഈ ഡുവറ്റ് ഡാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പം അതിന് കൊള്ളാം. അതിന് നിങ്ങൾ രണ്ടുപേരും ഈ പറഞ്ഞ സ്പ്രിഞ്ചിട്ടുണ്ട്. നല്ല വൈബ് ഉണ്ടായിരുന്നു രണ്ടുപേരുടെ കെമിസ്ട്രി. എനിക്ക് അവസാനം ഞാൻ വിചാരിച്ചത് നീ ശരിക്കും വീണതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ശരിക്കും വീണതാണോ അത്? അതേന്ന് ആ ഒരു ഡാൻസ് കളിച്ച വൈബില് ഞങ്ങള് ഇവിടേക്ക് ഇങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ ഇവ വരുന്നില്ല. അതെന്തുറ്റാ നീ എന്താടാ പോവാത്തെ? മറന്നുപോയി. സ്പീഡിന്റെ ഓട്ടം പറഞ്ഞു. സ്പീഡിന്റെ ഓട്ടം കുറഞ്ഞു. അതിനിവിടെ ഓടാൻ ഓട്ടത്തിന്റെ സ്പീഡ് സ്പീഡിന്റെ ഓട്ടം കുറഞ്ഞു. എന്താ കുറഞ്ഞ? സ്പീഡിന്റെ ഓട്ടമാണോ ഓട്ടത്തിന്റെ സ്പീഡാണ്? ഓട്ടത്തിന്റെ സ്പീഡ് കുറഞ്ഞു. ഓട്ടത്തിന്റെ സ്പീഡ് കുറഞ്ഞു. ഓക്കെ. അപ്പൊ എന്നിട്ട് അതിപ്പോ അവസാനം പ്ലാൻ ചെയ്തതായിരുന്നില്ല ആ ഒരു വീഴ്ച അല്ല. അപ്പൊ എന്നാ പിന്നെ അവസാനത്തെ ഒരു ആക്ട് ഒന്ന് കാണിച്ചു. എങ്ങനെയായിരുന്നു നിങ്ങൾ ഉദ്ദേശിച്ചത് തീർക്കാൻ? വീഴണേ. ഇതിലും ഭേദം നേരത്തെ ആയിരുന്നു. നേരത്തെ കുറച്ചുകൂടെ നാച്ചുറൽ ആയിരുന്നു. ഈ പറഞ്ഞാൽ ഈ പാട്ടിന് വേണ്ട ഒരു സംഭവങ്ങളൊക്കെ നിങ്ങൾ എന്താ പറയാ, ഒരു നാനടിച്ച തങ്കമറ്റ ആ ഒരു മൂഡ് പരിപാടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. രസമുണ്ടായിരുന്നു കേട്ടോ. അല്ലാതെ ചില പ്രശ്നങ്ങൾ അവിടെ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു റൗണ്ട് ബേസ് ചെയ്തിട്ട് നിങ്ങൾ രണ്ടുപേരും കുഴപ്പമില്ലാതെ ചെയ്തു. ഓക്കെ. നിങ്ങൾ രണ്ടും കൂടെ ഒരു പാട്ട്, കുട്ടന്റെ പാട്ടല്ലേ, നല്ലൊരു ഓളമുള്ള ഒരു പാട്ട്. അതെ, ഓളം ഉണ്ടാക്കി, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇതിൽ നമ്മുടെ ലിറിക്കിൻ്റെ ഈ അറുമുഖനെ എന്നുള്ള സ്ഥലത്ത് എറുമുഖന എന്നല്ല കേൾക്കുന്നത് എനിക്ക് കേട്ടോ. അത് കൃത്യമായിട്ട് കേൾക്കണം. പിന്നെ ശ്രേയക്ക് എന്താണ് ഈ താളം നിൽക്കാത്ത ഒരു ലയം എന്നുള്ള ഒരു ഐറ്റം വേണ്ട എപ്പോഴും. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പെപ്പി നമ്പർ പാടുമ്പോൾ അവിടെ ലൂസായിട്ടിരുന്നാൽ കേൾക്കുന്നവൻ ആ വികാരം ഉണ്ടാവത്തില്ല. അപ്പൊ അതിനകത്ത് നിൽക്കണം ഇത്. ഞാൻ പറഞ്ഞ മനസ്സിലായ ശ്രേയക്ക്, അത് എപ്പോഴും ലയം വിട്ട് കളയരുത്. പിന്നെ മുകളിൽ പാടിയ ഒന്നും അന്തം വിട്ടു പോയി. പിന്നെ ലിറിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ശ്രേയ, ഒന്നും മനസ്സിലാവുന്നില്ല. അവിടെ സത്യമാണ് പറയുന്നത്. നിങ്ങൾ കാര്യം അത് കുഴപ്പമില്ല, അത് കറക്റ്റ് ചെയ്തോണ്ടാ മതി. ടോട്ടലി ഇത് നമ്മുടെ ഡെഫിനറ്റായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടമാകും ഉറപ്പായിട്ടും. കാരണം അതിൻ്റെ ഒരു ഓളം ഉണ്ടിടാം. പക്ഷെ ഞാൻ അതിൻ്റെ ടെക്നിക്കലി കുറച്ചും കൂടെ നിങ്ങൾക്ക് അത് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണുള്ള അഡ്വൈസ് ആണ്. അത് ഇത് ഓറന്നേ അല്ല, നന്നായിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും കുറച്ചും കൂടെ താളം ശ്രേയ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ എല്ലാ നന്മയും ഉണ്ടാവട്ടെ രണ്ടുപേർക്കും. ദൈവം ചേച്ചി ഉഗ്രം പെർഫോമൻസ്. കാലക്കി തേജസ് ഞെട്ടിച്ചു കളഞ്ഞു. തേജസ് ആദ്യമായിട്ട് ഞാൻ വിചാരിച്ചു തേജസ് ഈ പാട്ട് എങ്ങനെ പാടും. മോനെ സൂപ്പർ ആയിരുന്നടാ നീ. കാരണം തേജസിന്റെ സ്റ്റെപ്സും കാര്യങ്ങളൊന്നും ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. സൂപ്പർ. ആ കോസ്റ്റ്യൂമില് നല്ല സ്റ്റെപ്സ് ഒക്കെ ചെയ്തപ്പോഴത്തേക്കും ശരിക്കും ഗംഭീരായിരുന്നു തേജസേ. കീപ് ഇറ്റ് അപ്പ് കേട്ടോ. പിന്നെ ഇടയിൽ മോന്റെ ഒരു ശബ്ദത്തില് ഒരു പോർഷനില് ആ മൂക്ക് വന്നിരുന്നു, അത് രസമുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ആ ടോൺ കൊള്ളാം. എനിക്ക് ആ അനുപല്ലവിയിലുള്ള ആ ലൈന് മറന്നുപോയതാണോടാ? ആ ട്യൂണ് മറന്നുപോയതാണോ? അല്ലല്ല, ആ മുകളിലേക്ക് പാടുന്നത് അതൊന്നും പാടുമോ? അത് നല്ലതാ, നല്ല ത്രോ ഉണ്ട് മോനെ, നല്ല വോയിസ്. ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ ത്രോ ഇംപ്രൂവ്മെന്റ്. വെരി ഗുഡ്. കാരണം ആദ്യം നമ്മള് വാ തുറന്ന് സംസാരിക്കുന്ന പറഞ്ഞു പാടാൻ ഇപ്പൊ ഈ ഇതുപോലത്തെ ഒരു പെർഫോമൻസ് പാട്ട് ജോഷില് പാടി. ഗുഡ്.
കാരണം ഈ തവിലും അതൊക്കെ വരുമ്പോഴത്തേക്ക് വോയിസ് പുറത്തു വരാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. എക്സ്പ്രഷൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എപ്പോഴും MG സാറിൻ്റെ ഈ എക്സ്പ്രഷൻസിൻ്റെ ഒരു ഫാനാണ്. അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് പാട്ടുകളിൽ. അപ്പം മോൻ്റെ എക്സ്പ്രഷൻസ് അതിലുള്ള പാട്ടിലുള്ള പോലെ പഠിച്ചു. മോളും അതേപോലെ ശ്രേയയുടെയും ആ സാധനങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഒരു ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടൊരു പക്ക പെർഫോമൻസ് തന്നെയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെടും, ഞാൻ എൻജോയ് ചെയ്തു. ആ ഹൈയിലുള്ളത് മാത്രമാണ് എനിക്കൊന്ന് വിഷമായി പോയത്. അതും കൂടെ ഓക്കെ ആയിരുന്നെങ്കിൽ ഗംഭീരായനെ എന്നുള്ളത്. ബട്ട് നെക്സ്റ്റ് ടൈം ഇതൊരു വൻ ഇമ്പ്രൂവ്മെൻറ്റാണ് തേജസ്സിന്. ശ്രേയ പിന്നെ പാടുന്ന ആളാണ് എന്നുള്ളത് നമുക്കറിയാം. തേജസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വൻ ഇമ്പ്രൂവ്മെൻറ്റ്. ഗുഡ് മോനെ. ഓക്കെ, മാർക്സ് ചോദിക്കാം. ഫസ്റ്റ് തേജസിന്റെ മാർക്ക്. ചേച്ചി ഈ ഇമ്പ്രൂവ്മെന്റിന് 9.2. ഷാനിക്ക. തേജസ് 8.8. MG സർ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഐ എം ഗിവിംഗ് യു 9.5. താങ്ക് യു സർ. ശരത് സർ. രണ്ടുപേരുടെ ഉണ്ട് ഇതിൽ. ഓക്കെ, അപ്പൊ തേജസിന്റെ ടോട്ടൽ 27.5. ഇനി ശ്രേയയുടെ. ചേച്ചി. ശ്രേയപ്പനെ ആ ചേച്ചി 9.3. താങ്ക് യു ചേച്ചി. ഷാനിക്ക. 8.8. താങ്ക് യു സർ. MG സർ. 9.5. താങ്ക് യു സർ. ശ്രേയയുടെ ടോട്ടൽ 27.6. താങ്ക് യു ചേച്ചി. സൂപ്പർ. ഓൾ ദി ബെസ്റ്റ്. ബൈ. ഓക്കോ.